അപ്പോൾ ദാ ഇന്ന് രാവിലെ തന്നെ മോള് കണ്ണാടിൻ്റെ മുന്നിൽ അങ്ങോട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൾ ഓണം പരിപാടിക്ക് പോകാനുള്ള ഒരുക്കാണ് കേട്ടോ. ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂളിൽ ഓണപ്പരിപാടികളാണ്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഓണപ്പരിപാടി. ഇത്തവണ കുറച്ച് സ്പെഷ്യലാണ്. കുറേ എന്താ പറയുക, തിരുവാതിരക്കളിയും പാട്ടും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ രാവിലെ തന്നെ പോകണം. 9 മണിയാകുമ്പോഴേക്കിന് മോളുൻ്റെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഈ 11 മണി കണ്ടാലേ എഴുന്നേൽക്കുന്ന ഐറൂസിനെ 8 മണിക്ക് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവനൊന്ന് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കണം. പിന്നെ കുളിപ്പിച്ച് സുന്ദരനെ കുട്ടിയപ്പനൊക്കെ ആക്കണ്ടേ. അവൻ്റെ മുടിയാണെങ്കിൽ വെട്ടാൻ പോയിട്ട് ഒന്നും വെട്ടാനും പറ്റിയില്ല. ഏതായാലും ഇപ്പോൾ കുളിപ്പിച്ച് അവനെ മുടിയൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് ഇതുമൂന്നും ഉണ്ടായിരുന്നു സ്പെഷ്യൽ ക്ലാസ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അവർ കലോത്സവത്തിനുള്ളതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അവൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. 9 മണി മുതൽ 5 മണി വരെയാണ് ഫുഡൊക്കെ, ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ രാവിലത്തെ ഈ തിരക്കൊണ്ട് ഞാൻ ഉച്ചക്കൊക്കെ ഒക്കെ ഉള്ള കൊടുത്തയക്കുന്നില്ല. ഞാൻ കരുതി സ്കൂളിൽ ഇവിടെ അടുത്തല്ലേ, അങ്ങോട്ട് ആ ഒരു സമയമാകുമ്പോൾ കൊടുത്തയക്കാമെന്ന് കരുതി. അങ്ങനെ മോളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുല്ലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വെക്കണം എന്നറിയാതെ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് അവസാനം റെഡി ആയി ഇതാ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതുമുന്ന് പോകാനുള്ള ടൈമായിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടാക്കി കൊടുക്കുകയാണ്. ഉച്ചക്കൊക്കെയുള്ള ഫുഡ് കൊടുത്തേക്കാഞ്ഞിട്ടും അവളെ നല്ല രീതിയിൽ പറഞ്ഞേക്കാനും പറ്റിയില്ല. എനിക്കൊരു ഉമ്മയ്ക്കൊന്ന് കൊടുത്ത് പറഞ്ഞേക്കാനും തിരക്കുകൊണ്ട് പറ്റിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവൾ പോയി. പിന്നാലെ തന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് ഇതാ വന്നിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഐറൂസിനെ കുളിപ്പിച്ച് മാറ്റി റെഡിയാക്കി. അവന് പാലൊന്നും മര്യാദയ്ക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. ഏതായാലും ഒരു കുപ്പി പാലെങ്ങനെയെങ്കിലുമൊക്കെ കുടിപ്പിച്ച് കൊടുത്ത് പറഞ്ഞേക്കാണ്. ഞാൻ അവിടെ എത്തിയേക്കാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്താണ്ടിന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മോളിതാ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഐറൂൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. മോളിനിത് അവർ കോഴിക്കോട് പോയിട്ട് അവനെ മോളും ഹസ്ബൻഡും ഒരേപോലത്തെ കളർ കോമ്പൊക്കെ ആയിട്ട് വാങ്ങിയതാണ് ആ ഡ്രസ്സ്. അതേപോലത്തെ ഐറൂനുണ്ട്. പക്ഷേ അവന് ഇവിടുന്ന് ഇട്ട് കൊടുത്താൽ അവിടെ എത്തുമ്പോൾ അതൊക്കെ അലമ്പായി ഫോട്ടോത്തിലൊന്നും രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവനത് ഇട്ട് കൊടുത്തിട്ടില്ല. മോള് മാത്രം ഇട്ട് ഇനി അവനിവിടെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് റെഡിയാക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കയറിയപ്പോൾ അവിടെ എത്തി വണ്ടിയിൽ കയറിയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഇതുമുനെ കൊണ്ടാക്കി വന്നിട്ട് അങ്ങനെ അവർ പോയി. നേരെ ഇവിടുന്ന് മടങ്ങി വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു മീനൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീൻ കറി ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതുമൂന്ന് വേഗം ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അവൾക്ക് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കി പിന്നെ മീൻ കൊടുത്തേക്കണ്ടല്ലോ എന്ന് കരുതി ഒരു മുട്ടയും പൊരിച്ച് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ച് അവൾക്ക് ലഞ്ച് ബോക്സ് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ പഴയ ഫോൺ ഉണ്ടെങ്കിലും ഒന്ന് കൊടുത്തേക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് റെഡിയാക്കി കൊടുത്തേക്കാണ് കേട്ടോ. കാരണം ഒക്കെ ഇവിടെ വന്നിട്ട് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.